ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു 2 ടയർ കേക്കിൻ്റെ ഈസി ഡെക്കറേഷനും അപ്പോൾ ഫ്രോസ്റ്റിംഗും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് സ്പഞ്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ ബാറ്ററിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 8 ഇഞ്ചിൽ 2 കേക്കും 5 ഇഞ്ചിൽ 2 കേക്കും അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ട് ബേസായിട്ട് വരുന്ന കേക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 5 ഇഞ്ച് വരുന്ന കേക്ക് മൊത്തത്തിൽ ഒരു 5 ലെയർ കിട്ടുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിതൊന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ആ ഒരു ബേസ് ആയിട്ടുള്ള കേക്കാണ് ചെയ്യുന്നത്. 8 ഇഞ്ചിൽ ചെയ്ത കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ കൊടുത്തു, വെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്രീമും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് കൊടുക്കുന്നുണ്ട്, കുറച്ച് മിൽക്ക് മെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ആ ഒരു വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഒരു പ്രളയനാണ് കേട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ. അപ്പോൾ അതും കൂടി കൊടുത്തിട്ട് നമ്മൾ ഓരോ ലെയറും ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു സിറപ്പിലേക്ക്, ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സോസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു 8 ഇഞ്ചിലെ കേക്ക് ഒന്ന് ബേസ് ആയിട്ടുള്ള കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ടോപ്പിലെ കേക്ക് ഇവിടെ 5 ലെയറിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്, കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊന്ന് ക്രം കോട്ടൊക്കെ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫ്രോസ്റ്റ് ഫൈനൽ കോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ആ ഒരു കളർ എന്ന് പറയുമ്പോൾ പിങ്ക് ആയിരുന്നു, ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന പിങ്കാണ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കളർ കിട്ടുന്ന രീതിയിൽ ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ ഡീപ്പ് പിങ്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അധികമായിട്ട് ആ ഒരു ടോപ്പിലേക്ക് ഒന്ന് ഷാർപ്പ് അടിച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ റഫായിട്ട് വരുന്ന ഒരു ടെക്സ്ചറിലേക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഡിസൈൻ നമ്മൾ കേക്കിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ സൈഡിലേക്കും ആ ഒരു നൈഫിൻ്റെ ആ ഒരു ചെറിയ ആ ഒരു ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡിസൈനിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് സ്റ്റാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബേസ് ആയിട്ടുള്ള കേക്കിലേക്ക് ഡബിൾസ് ഒന്ന് കൊടുത്തിട്ട് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു സെൻറ്ററിലേക്ക് നമ്മൾ 2 കേക്കുമായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വീണ്ടും ഒരു ഡബിൾ ഒന്ന് സെൻറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പൂൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ നൈഫ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഈസി ഡിസൈനാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ആ ഒരു നൈഫ് ഒന്ന് കേക്കിലേക്ക് ടച്ച് ചെയ്തിട്ട് പതിയെ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന ഈ ഒരു ഡിസൈൻ കേക്ക് ഫുള്ളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി ചെയ്തെടുക്കുന്നത് ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ പർപ്പിളും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ കൊടുക്കുന്നത്. എടുക്കുന്ന നോസിൽ 2D നോസിലാണ്. അപ്പോൾ ആ ഒരു ഡീപ്പ് പിങ്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഷെഫ് മാസ്റ്ററിൻ്റെ ഡീപ്പ് പിങ്ക് തന്നെ കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാർക്ക് പിങ്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഷുഗറിൻ്റെ പർപ്പിൾ ആ ഒരു പർപ്പിൾ കളറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ആ ഒരു ഡിസൈൻ അതുപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ഫ്ലവർ ഒന്ന് ഇടവിട്ട് വരുന്ന രീതിയിൽ 2 കളേഴ്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ആ ഒരു കേക്ക് ബേസിൽ നിന്ന് ആ ഒരു ടോപ്പിലേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഫ്ലവർ ഡെക്കറേഷൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈസും കൂടെ ഒന്ന് കേക്കിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ഫ്ലവർ ഡെക്കറേഷൻ കൊടുത്ത ആ ഒരു പ്ലേസിലേക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈസും കേക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കേക്ക് ടോപ്പറും കൂടി കേക്കിലേക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു ബട്ടർഫ്ലൈസ് കൊടുത്ത് തന്നെ അറേഞ്ച് ചെയ്തെടുത്ത അതിന് മേച്ചായിട്ട് വരുന്ന ടൈപ്പ് ഒരു ടോപ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് ആ ഒരു ടോപ്പർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കേക്കാണ് കേട്ടോ, നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ വർക്കാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിനായിരുന്നാൽ പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്